RJD നേതാവ് ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 5 പ്രതികളിൽ 3 പേരെ ഹൈക്കോടതിയിൽ ഹാജരാക്കി. ഇവർക്കുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. വിദേശത്ത് ഉള്ള 3 പ്രതികൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? 2015 മാർച്ച് 25-നാണ് RJD നേതാവായിരുന്ന ദീപകിനെ കൊലപ്പെടുത്തുന്നത്. ആ കേസിലെ ശിക്ഷാവിധിയാണ് അല്പസമയത്തിനകം ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസിലെ 5 പ്രതികളെയും കുറ്റക്കാരാണെന്ന് ആ കോടതി കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇതിലെ ശിക്ഷ ജീവപര്യന്തത്തിൽ കുറയില്ല. കാരണം ഇവർക്കെതിരെ കൊലപാതക കുറ്റം തന്നെ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുന്നു. അതിന് മുകളിലേക്ക് ഈ ശിക്ഷ പോകുമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഈ ശിക്ഷ സംബന്ധിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ പുരോഗമിക്കുകയാണ്. ഇതിൽ 5 പ്രതികളിൽ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. 2ാം പ്രതി KU നിജിൽ, 4ാം പ്രതി രശാന്ത്, 5ാം പ്രതി VP ബ്രിഷ്നേവ്. ഈ 3 പേരെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇതിൽ 3ഉം 5ഉം പ്രതികൾ 2ഉം 5ഉം പ്രതികൾ നിലവിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജയിലുകളിലായിരുന്നു. രശാന്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുള്ളത് തൃശൂർ കോടതി വെറുതെ വിട്ട പ്രതികളാണ്. അതാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 1ാം പ്രതി MS ഋഷികേഷും 3ാം പ്രതി KP പ്രശാന്തും നിലവിൽ വിദേശത്താണുള്ളത്. ഇവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇക്കാര്യം കോടതിയെ ഇന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP വിട്ട് RJDയുടെ ഭാഗമായി വരുന്ന ഘട്ടത്തിലാണ് ദീപകിന് നേരെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ആ കൊലപാതകത്തിന് കാരണം. ഈ കേസിലെ പ്രതികളായിട്ടുള്ളവർ BJP RSS പ്രവർത്തകരുമാണ്. മാർഷൽ ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.